പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു ചെറിയൊരു ചിന്ത ദൈവവചനത്തിൽ കൂടെ തരുവാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ പലവിധമായ സന്തോഷത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കാണുകയാണ്. അതിൽ ഒരു സന്തോഷത്തെക്കുറിച്ച്, ഒരു 7-8 വിധ സന്തോഷത്തെക്കുറിച്ച് ദൈവവചനത്തിലുണ്ട്. അതിൽ ഒരു സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവചനമെന്ന് പറയുന്ന ഫിലിപ്പിയർ 4:4 നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്. പെട്ടെന്നൊരു ചിന്ത പറഞ്ഞിട്ട് ദൂതിലേക്ക് കടക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്കായി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം അറിയിച്ചത് മൂലം അവരെ വേലയ്ക്കായി പറഞ്ഞു വിട്ടു. വേലയ്ക്കായി പറഞ്ഞു വിട്ടതിന് ശേഷം ഇവർ വിചാരിച്ചു അന്ത്യോക്യ സഭ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് ഇരുന്നു. എങ്കിലും അവരുടെ സഹായങ്ങളൊന്നും, ഭൗതിക സപ്പോർട്ടുകളോ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ആ കാലത്ത് ആത്മീയ നിലവാരം പുലർത്തിയിരുന്ന ഫിലിപ്പിയ സഭ ഇവരെ സഹായിക്കുകയും ഇവർക്ക് വേണ്ടതായ സകലവിധ നന്മകളും ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ഈ സഭയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഫിലിപ്പിയർ 4-ാം അധ്യായം ഫുള്ള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 19 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കട്ടത വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുക, നിങ്ങളെ സന്തോഷിക്കുക എന്നൊരു പദമാണ് പറയുന്നത്. എന്നിട്ട് 19 നമ്മളെല്ലാവരും എടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്. ഇത് നമ്മളൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ദൈവനാമത്തിന് 10 പൈസ കൊടുക്കാത്ത വ്യക്തികളും ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇവരൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി സഹായിച്ചവരാ. എന്നാൽ സുവിശേഷീകരണത്തിന് വേണ്ടി സഹായിച്ച ദൈവമക്കളെ ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 16:20. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, എന്നാൽ ലോകമോ സന്തോഷിക്കും. എന്നാൽ നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ അവിടെയും നല്ലൊരു പദം കർത്താവായ യേശുക്രിസ്തു പറയുക, ദുഃഖമുണ്ട്, കട്ടമുണ്ട്. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾ കട്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ അരുമനാഥൻ പറയുന്നു, നിങ്ങൾ സന്തോഷിപ്പിൻ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതൊക്കെ പ്രവചനപ്രകാരം പിന്നെ പറയാം, ഇപ്പോഴേ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ദുഃഖം സന്തോഷമായി മാറും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:10 പറഞ്ഞു, ഞങ്ങൾ ദുഃഖിതരെങ്കിലും, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 6:10 പറയുന്നു, ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ഞങ്ങൾ ദരിദ്രരെങ്കിലും മറ്റുള്ളവരെ സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരായി തന്നെ.
അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. അതിന് സദൃശവാക്യം 30-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാലും അവിടെ അറിയാം. 5, 6, 7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദരിദ്രനായി തീർന്നിട്ട് മറ്റുള്ളവരെ മോഷ്ടിക്കുവാനും അങ്ങ് സമ്പന്നനായി കഴിഞ്ഞിട്ട് ദൈവം ആരെന്ന് ചോദിക്കുവാനും ഇടവരുത്താതെ അന്നെന്നുള്ളത് നിത്യവൃത്തി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്നുള്ളൊരു പദം അവിടെ കിടപ്പുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. യെശയ്യാ 30-5 മുതൽ വായിച്ചാൽ മതി. 6, 7 വാക്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു സാരമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുക അപ്പോസ്തല പ്രവൃത്തിയിലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് പറയുന്നതാണ് ശരി. 5 വിധ സന്തോഷത്തെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ താല്പര്യം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ദൈവത്തിന് ഇഷ്ടപ്പെടണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. അടിയൻ പറയുന്ന ഈ വചനം ഒന്നാമത് നമുക്ക് വലിയ പാണ്ഡിത്യമോ പഠിപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഈ വചനം? കാരണം യേശുക്രിസ്തു ദൈവവചനമാണല്ലോ. ആ ദൈവവചനത്തെ പറയുവാൻ താല്പര്യപ്പെടുന്നു. ആരെയും നിരാശപ്പെടുത്തുവാനല്ല, കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അതിന് ഒന്നാമതായിട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലെ സന്തോഷം എന്ന് പറയുന്നത് സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലെ സന്തോഷം സുവിശേഷീകരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9-16 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് വളരെ കട്ടമെന്ന് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നതെന്ന്. അപ്പോൾ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അനേകരുണ്ട്. അവരെയൊക്കെ ദൈവം മാനിക്കട്ടെ. അവർക്കാണ് കട്ടതയും പോരാട്ടവും വെല്ലുവിളികളും ഒക്കെ. ഒരു കാര്യം പറയാം. ഇപ്പോൾ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്തോഷം എന്താണ്? ഒന്നാമത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 40-41 വാക്യം. അപ്പോസ്തലന്മാരുടെ കാര്യം അവിടെ പറയാണ്. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതിൻ്റെ മുകളിൽ വായിക്കുമ്പോൾ അവരെ അടിച്ചു. അപ്പോസ്തലന്മാരെ അടിച്ചു. സുവിശേഷ നിമിത്തം നമ്മൾ തുടക്കത്തിൽ 5-ാം അധ്യായം പുള്ളു വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ അടിച്ചു, അവരെ തടവിലാക്കി. അവസാനം ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ പറഞ്ഞു വിടുമ്പോൾ കണ്ടോ, യേശുക്രിസ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. യേശുക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുമ്പോൾ എങ്ങനെയാണ് യോഗ്യരാകുന്നത്? ഒരുപാട് ചിന്തകളൊക്കെ അവിടെ ഉണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ ആത്മീയമായിട്ട് ചിന്തിക്കുന്നവർക്കറിയാം. അപ്പോൾ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുക. ഞാനും ഒത്തിരി അപമാനമൊക്കെ സഹിച്ചത്, ഒത്തിരി അപമാനം സഹിച്ചത്. അപ്പോൾ അവിടെ അവിടുത്തെ സന്തോഷം കണ്ടോ? 5-ാം അധ്യായം നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ഓടിപ്പോവുകയാണ്. രണ്ടാമതെന്ന് പറയുന്നത് മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുത്ത 6 പേരുടെ കൂട്ടത്തിൽ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, 10 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാം ഒരു ഫിലിപ്പോസിനെയും തിരഞ്ഞെടുത്തു. സ്തേഫാനോസും ഫിലിപ്പോസിനെയൊക്കെ തിരഞ്ഞെടുത്തു. അവിടെ നിക്കോലാവീരുണ്ട്, നിക്കോനറുണ്ട്. ഇവിടെ നിക്കോനർ എന്ന് പറയുന്നത് നിക്കോലാവീര. അപ്പോൾ ഇങ്ങനെ മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഒരു ഫിലിപ്പോസിനെയും തിരഞ്ഞെടുത്തു. ഫിലിപ്പോസ് എന്ത് ചെയ്ത്? ആത്മശക്തിയായി ഫിലിപ്പോസ് ആത്മപൂർണനായി കൃപയും ശക്തിയും നിറഞ്ഞവനായി സ്തേഫാനോസ് പ്രസംഗിച്ചതുപോലെ 6-ാം അധ്യായം 8 മുതൽ 7-ാം അധ്യായം 58 59 വാക്യങ്ങളിലേക്ക് സ്തേഫാനോസിൻ്റെ ഒറ്റ പ്രസംഗം.
കൃപയിൽ ശക്തിയും നിറഞ്ഞവരായിട്ട്. അപ്പം മേശമേൽ ശുശ്രൂഷിപ്പാൻ പോലും തെരഞ്ഞെടുത്തവർ കൃപയിൽ ശക്തിയും നിറഞ്ഞവരാ. ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ടെടുത്ത് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഭക്ഷണത്തിന് എല്ലാവരും ഇരുന്നപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു അതിൻ്റെ കാറ്ററിംഗ് സർവീസ്. അപ്പോൾ സാമ്പാർ അങ്ങോട്ട് കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു പാസ്റ്ററുടെ ശരീരത്തിൽ സ്വല്പം സാമ്പാർ വീണു. അവൻ സോറി കഴുകി തരാമെന്നൊക്കെ പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, ഇയാളെന്ത് ചെയ്യുന്നറിയുക, തൻ്റെ മുമ്പിൽ ഒഴിച്ച സാമ്പാറെടുത്ത് ചോറെടുത്ത് അവൻ്റെ മുഖത്തോട്ടിട്ടു, അവൻ്റെ ദേഹത്തോട്ടിട്ടു. അവൻ സാമ്പാർ തൊട്ടിയിലിരുന്ന സാമ്പാറെടുത്ത് അവൻ്റെ തലയ്ക്ക് ഒഴിച്ചു കൊടുത്തു. നടന്ന സംഭവം, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. തലയ്ക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അടിയായി. പിന്നെ പട്ടാളക്കാർ വന്നാണ് പ്രശ്നം തീർത്തത്. പോലീസുകാർ പോലും പറ്റാതെ വന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ദേശമേൽ ശുശ്രൂഷിപ്പാൻ കൃപയുള്ള, ആത്മശക്തിയുള്ള, നല്ല ജ്ഞാനമുള്ള വ്യക്തി ജീവിതങ്ങളെയാണ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഈ ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ പോയി യേശുക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വിതച്ചിട്ട് പോന്നു. ഫിലിപ്പോസ് അവിടെ കൊയ്തു എന്ന് പറഞ്ഞാൽ കാശ് കൊയ്തെന്നല്ല, അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പം നമ്മൾ എവിടെ പോയാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുക. നമുക്ക് ഉയർത്താൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവിനെ പ്രസംഗിച്ചു. വചനം ഏകാഗ്ര ഹൃദയത്തോടെ അവൻ കേട്ടുകൊണ്ടിരുന്നു. ഹൃദയത്തോടെ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ആ വചനത്തിന് മുൻപിൽ സമർപ്പിച്ച് അവർ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വചനം അകത്ത് കയറിയപ്പോൾ അകത്ത് കിടന്ന ദുർഭൂതങ്ങൾ പുറത്തുപോയി, രോഗികൾ സൗഖ്യമായി, വളരെ വിടുതലുകൾ അവിടെ നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ അവിടെ ശമരിയ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. മഹാസന്തോഷമെന്നല്ല, സന്തോഷമുണ്ടായത്. അപ്പോൾ സുവിശേഷീകരണവുമായിട്ടാണ് അവിടെ സന്തോഷം. അടിയേറ്റപ്പോൾ, തടവിലായപ്പോൾ സന്തോഷം, അടിയേറ്റപ്പോൾ സന്തോഷം, ക്രിസ്തു നിമിത്തം നിന്ന് സഹിച്ച് അപ്പോഴും സന്തോഷം. നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അത് ആത്മാവുള്ളവർക്കത് കഴിയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ വഴക്ക് പറയുമ്പോൾ, ആവശ്യമില്ലാത്ത ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കുമ്പോൾ, അപവാദം പറയുമ്പോൾ, അപവാദം പറഞ്ഞുണ്ടാക്കുമ്പോൾ സ്വയം നീതീകരിക്കുന്നവർ ഒക്കെ ഉണ്ട്. പക്ഷേ ചെയ്തു പോയ തെറ്റോർത്ത് ആരും അനുദപിക്കുന്നില്ല. എന്നെ കൊണ്ട് കഴിയാത്തത് മറ്റൊരാൾ ചെയ്യുന്നെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ സമരിയ പട്ടണത്തിൽ മഹാസന്തോഷം ഉണ്ടായി എന്ന് തന്നെ പറയാം. അടുത്ത് മൂന്നാമതായിട്ട് അന്ത്യോക്യ പട്ടണത്തിൽ പാപികൾ മാനസാന്തരപ്പെട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അന്ത്യോക്യ പട്ടണത്തിലും അവർ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവവചനം പ്രസംഗിച്ച് വലിയൊരു കൂട്ടം ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തി. അവിടെ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യം. വലിയൊരു കൂട്ടം ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അത് യെരുശലേമിലെ ചെവിയിലെത്തി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സഭയിൽ കേട്ടു, അറിഞ്ഞു, ദൈവദാസന്മാർ കേട്ടു, അറിഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ വെളിപ്പെട്ടത് കണ്ടപ്പോൾ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ദൈവകൃപ കണ്ടപ്പോൾ, ഞാനിങ്ങനെ പറയാം, ദൈവകൃപ വെളിപ്പെട്ടത് കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വളരെ സന്തോഷിച്ചെന്ന്. അവൻ ബർന്നബാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു,
ഹൃദയനിർണയത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രബോധിപ്പിച്ചു. പ്രബോധനപുത്രൻ എന്നാ ബർന്നബാസിൻ്റെ പേരിൻ്റെ അർത്ഥം. പ്രബോധനപുത്രൻ, അത് പ്രബോധിപ്പിച്ചത്. ഹൃദയനിർണയത്തോടുകൂടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ഒന്ന്, ദൈവകൃപ. ജാതികൾ വലിയൊരു കൂട്ടം മനം തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ യെരുശലേം സഭ ആമേൻ അവരുടെ കാതുകളിൽ ചെത്തിയപ്പോൾ, ദൈവദാസന്മാരുടെ കാതുകളിൽ എത്തിയപ്പോൾ ദൈവകൃപയുള്ളവനെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ ദൈവകൃപ വെളിപ്പെട്ടത് കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷിക്കുക. ദൈവകൃപ വെളിപ്പെട്ടപ്പോഴാണ് സന്തോഷം. ജാതികൾ മനം തിരിഞ്ഞപ്പോൾ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. ഇന്നെന്തോ സന്തോഷമാവും. നല്ല വീടുണ്ടെങ്കിൽ സന്തോഷം, പിള്ളേർ പഠിച്ച് നല്ല ജോലി കിട്ടിയാൽ നല്ല സന്തോഷം, നല്ല കുടുംബജീവിതം കിട്ടിയാൽ നല്ല സന്തോഷം. ഇതെല്ലാം വേണം. ഇതെല്ലാം വേറെ സന്തോഷത്തിൽപ്പെട്ട ഞാൻ അതുകൊണ്ട് ആ ഭാഗം ഒന്നും എടുക്കാത്ത ഇത് വൺ വേ ആയിട്ട് പോകുന്നത്. സന്തോഷിക്കാൻ ഒരുപാട് ഭാഗമുണ്ട്. ലോട്ടറി അടിച്ചാൽ സന്തോഷം. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ സന്തോഷങ്ങളുണ്ട്. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ സൂചിച്ച് കറങ്ങി നടന്നാൽ സന്തോഷം. പാർക്കിലൊക്കെ പോയി ലോകപ്രകാരമുള്ള കാഴ്ച കാണുമ്പോഴുള്ള സന്തോഷം. ഇവിടുത്തെ സന്തോഷം അതൊന്നുമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ അങ്ങനെ ഒരു സന്തോഷം ഇല്ല. അവർ ദൈവവചനം പ്രഘോഷിച്ചു. സഭയുടെ ആരംഭത്തിൽ വളർന്നതുപോലെ സഭ വളർന്നില്ല. സുവിശേഷം അറിയിച്ചിരുന്നെങ്കിൽ എല്ലായിടത്തും സുവിശേഷം എത്തുമായിരുന്നു. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കാൽക്കലായിരുന്നു പൈസ. ഇന്ന് ഉള്ളവരുടെ തലയിൽ കയറി പൈസ. പൈസ വേണം. പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാശ് വേണം. പക്ഷേ അത് ദൈവനാമത്തിന് ചെലവഴിക്കണം കേട്ടോ. ആ കൊരിന്ത്യർക്ക് 2 ലേഖനം 8-ാം അധ്യായം എന്നെ ചിന്തിപ്പിച്ചൊരാശയം. 8 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ കട്ടതയുടെ കഠിന ശോധനകളിൽ കൂടെ കടന്നു പോയപ്പോഴും കട്ടതയുടെ കഠിന ശോധനയെ കൂടെ മക്കതോന്യ സഭ കടന്നുപോയത്. അപ്പോഴും അവർ ദൈവകൃപയിൽ സന്തോഷിച്ച് ദൈവനാമത്തിന് വേണ്ടി ചെലവഴിച്ച് അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കട്ടതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അബ്രാഹാമിനെ വിളിച്ചിറക്കി അന്ന് മുതൽ തുടങ്ങി ഇന്ന് അവന്മാരുടെ പ്രശ്നം മാറിയിട്ടുണ്ട്. ഇന്ന് അവരുടെ പ്രശ്നത്തിന് പരിഹാരം വന്നിട്ടില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഭക്തനെ സംബന്ധിച്ച് കട്ടതയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ 22-ാം വാക്യം, നാം അനേക ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. കാരണം അവിടെ കട്ടതയില്ലാത്ത നാട്ടിൽ പോകണമെങ്കിൽ ഇവിടെ കട്ടത അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ല ഞാൻ പറയുന്നത് ആത്മാവിൽ ചില ചിന്തകൾ തരുമ്പം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അന്ത്യോക്യ പട്ടണത്തിൽ പാപികൾ മാനസാന്തരപ്പെട്ടപ്പോൾ ബർന്നബാസ്, ഇനി എല്ലാവരും സന്തോഷിച്ചു കാണും. കാരണം ബർന്നബാസ് വിളിച്ച് പറഞ്ഞു ഇന്നത്തെ കൂട്ട് പോകണമെന്നില്ലല്ലോ. അവർ വിവരം അറിയിച്ചു കാണും. ദൂതന്മാർ വശം, വ്യക്തികൾ വശം അറിയിച്ചു കാണും. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അടുത്തതായിട്ടാണ് 4-ാമത്തെ ആണ് പൗലോസിനെയും ബർന്നബാസിനെയും സഭയിൽ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്യയിലും ശമരിയിലും കടന്ന് ജാതികളോട് മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 15:3. അവിടെ ഒരു മഹാസന്തോഷം ഉണ്ടാവുക. എന്തിനാ ഈ മഹാസന്തോഷം ഉണ്ടായത്? അവർ ഫൊയ്നീക്യയിലും ശമരിയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചപ്പോൾ സഹോദരന്മാർക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ മഹാസന്തോഷം ഉണ്ടായത്. ഇന്ന് ആർക്കാ സന്തോഷമുള്ളത്? ഇന്ന് ആർക്കും സന്തോഷമില്ല. ആർക്കും സന്തോഷം ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ സുവിശേഷീകരണവുമായിട്ടാണ് സന്തോഷം കിടക്കുന്നത്.
ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്, പ്രാർത്ഥിക്കുക. വിവിധ തരത്തിൽ സന്തോഷം ബൈബിളിലുണ്ട്, ഒത്തിരി സന്തോഷങ്ങളുണ്ട്. സന്തോഷത്തെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ, വിവിധ ചിന്തകൾ ഒക്കെ കിടപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് 5, ജാതികൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ ദൈവകൃപ അനുഭവിച്ചപ്പോൾ സന്തോഷം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 47-48 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 13:47-48 വാക്യം. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാൽ അവർ ദൈവകൃപ അനുഭവിച്ചപ്പോൾ അവിടെയും സന്തോഷം വന്നു. അടുത്തതാണ് പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും അവർ അടിയേറ്റപ്പോൾ ശിഷ്യന്മാർ ഒന്നടങ്കം പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചെന്ന്. പൗലോസും ബർന്നബാസും അടിയേറ്റപ്പോൾ പരിശുദ്ധാത്മാവിലായി അവർ. എന്നിട്ട് അങ്ങോട്ട് ആത്മാവിലെ സന്തോഷം. അവിടെ ഞാൻ എങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അതെന്താ ഇന്ന് നമ്മളാരെങ്കിലും എവിടെയെങ്കിലും അടിയുണ്ടെന്ന് വല്ല ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവൻ്റെ കയ്യിലിരിപ്പ് ഉണ്ടാകുന്നും പറഞ്ഞുകൊണ്ട് ഇവർ കൈയടിച്ച് തന്നുകൊഴിക്കും. കർത്താവിൻ്റെ നാമനിമിത്തം സുവിശേഷം അവൻ 2 കിട്ടട്ടെന്ന് പറയും. അവരെ പത്രോസിനെ കാരാഗ്രഹത്തിലടച്ചു. പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലടച്ചു. അപ്പോസ്തലപ്രവൃത്തി 12. അവ അവിടെ കിടക്കട്ടെ എന്ന് പറയും. അവൻ പുറത്തിറങ്ങരുത്. അതിന് വേണമെങ്കിൽ ഉപവസിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അവൻ പുറത്തിറങ്ങാതിരിക്കാൻ. അങ്ങനെയുള്ള എത്രയോ എണ്ണമുണ്ട്. ആരെങ്കിലും ദൈവകൃപയുള്ള ഒരുത്തൻ പുറത്തുപോയി ഒരു ശുശ്രൂഷ ചെയ്താൽ അവനെ തിരികെ അവിടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി എത്ര എണ്ണം ഉപവസിക്കുന്നവരുണ്ട്. ഇതൊന്നും ദൈവം കേൾക്കില്ല. അപ്പോസ്തലപ്രവൃത്തി 13:44 വിലാപങ്ങൾ 3:44 ദൈവം മേഘം കൊണ്ട് തടയും. പിന്നെ പിശാച് ഏറ്റെടുക്കും. അത് നിനക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവവചനം എന്തു പറയുന്നു അതിനനുസരിക്കുക. അല്ലാത്ത ഒരു പ്രാർത്ഥനയും സാക്ഷിയാക്കി 28-8 പറയുന്ന 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവവചനത്തെ കൂടാതെ നീ പ്രാർത്ഥിച്ചാൽ, ദൈവവചന അടിസ്ഥാനത്തിലല്ലാതെ പ്രാർത്ഥിച്ചാൽ, യോഹന്നാന്റെ 1 ലേഖനം 5:14-15 ചേർത്ത് വായിക്കുമ്പോൾ അവിടെയും കിടപ്പുണ്ട്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ദൈവം മേഘം കൊണ്ട് തടയും. അവിടെ കിടക്കും. മേഘത്തിന് കീഴെ അന്ധകാര ശക്തികളുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളുണ്ട്. എഫെസ്യർ 6:10 വായിച്ചാൽ മതി. ഞാനവിടെ നിർത്തട്ടെ. പരിശുദ്ധാത്മാവ് അടിയേറ്റപ്പോൾ പരിശുദ്ധാത്മാ നിറവിലായി. എന്തെന്നറിയാം? പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഉണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന അവർക്കൊരു സപ്പോർട്ടായിരുന്നല്ലോ. അടി കൊണ്ടിട്ടും അവർ നിർത്തിയില്ലല്ലോ. അടി കൊണ്ടിട്ടും അവർ സുവിശേഷം അറിയിച്ചല്ലോ. തടവിലാക്കിയപ്പോഴും സുവിശേഷം അറിയിച്ചല്ലോ. ഫിലിപ്പിയൻ കാരാഗൃഹത്തിലായപ്പോഴും അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചല്ലോ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 16-24 വരെയുള്ള വാക്യങ്ങൾ. വേദന കൊണ്ട് നിറഞ്ഞപ്പോഴും അവർ കർത്താവിനെ സ്തുതിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിലെ സന്തോഷം ഇതാണ്. കഷ്ടതയിലും അടികൊണ്ടപ്പോഴും സുവിശേഷീകരണത്തിലും അവർ സന്തോഷിച്ചു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾ കട്ട സഹിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് കട്ട സഹിക്കണം. കാരണം കട്ടതയില്ലാത്ത നാട്ടിൽ കടന്നു പോവുക ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധീകരണത്തോടെ, ശുദ്ധീകരണത്തോടെ, ദൈവകൃപയോടെ, വേർപാടിന് വേണ്ടി നിന്ന്, സത്യസന്ധതയോടെ നിന്ന്, ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള ദൈവകൃപ പ്രാപിച്ച് നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമർപ്പിക്കുന്നു. സുവിശേഷീകരണവുമായിട്ടുള്ള ഒരു ചിന്ത ദൈവവചനത്തിൽ കൂടെ, സുവിശേഷീകരണവുമായിട്ടുള്ള സന്തോഷ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ കൂടെ, വചനങ്ങളിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ അപ്പൻ ചെയ്ത
അടിയന് തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലും എഫെസോസിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ അവിടെയും സന്തോഷം. ദൈവകൃപ എവിടെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സന്തോഷമെന്ന് ദൈവവചനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ അടിയന് ഒരവസരം കൂടെ ഒരുക്കിയതോർത്ത് നന്ദി പറയുന്നു. അടിയനെ താഴ്ത്തുന്നു. ഈ വചനം കേട്ടവർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനും ദൈവം ഇടയാക്കട്ടെ. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃഭൃത്യന്മാർ, ലോകത്തിൽ 5 വൻകരയിലും ശുശ്രൂഷ ചെയ്ത കർത്തൃഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ, കടഭാരത്തിലിരിക്കുന്നവർ ഒക്കെയും ദൈവത്തിൻ്റെ കൃപ പകർന്ന് അവിടുന്ന് മാനിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ പകരപ്പെടേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വൻ കൃപ ഓരോരുത്തരുടെ മേലും പകരണം. സുവിശേഷീകരണം നടക്കട്ടെ. കർത്താവെ, സുവിശേഷീകരണം ആരും അനുകൂലമല്ലെങ്കിലും ആ ആദിമ നൂറ്റാണ്ടിലും ശിഷ്യന്മാർ അനുഭവിച്ച വേദനയും പങ്കപ്പാടുകളും ഞങ്ങൾ ഓർക്കുന്നു. ഏത് കഷ്ടതയിലും കർത്താവിനെ ഉയർത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, രോഗികളായി കിടക്കുന്നവർ, ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, അവരോട് കരുണ കാണിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, ദൈവകൃപ അവരുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് കഷ്ടതയിലും ഞങ്ങൾ സന്തോഷിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം അനേക ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണമെന്നുള്ള ദൈവവചനം ഞങ്ങൾ ഓർക്കുന്നു. ദൈവകരത്തിൽ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടതയിൽ സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, എല്ലാ 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി, പോലീസ് അധികാരികൾക്കായി, പോലീസുകാർക്കായി, മാത്രമല്ല മത്സ്യം പിടിക്കുവാൻ പോകുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പി എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പി അടിയൻ വിട്ടിരുന്ന ഭവനം, പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ 3 പേർ ഇവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയണമേ. കർത്താവെ, ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തണം. സകലവിധ നന്മകളാൽ കടഭാരം ഉള്ളവർ, കുഞ്ഞുങ്ങളെ കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട്. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ഭവനക്കാർക്കായി സ്തോത്രം, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമെല്ലാം എടുക്കണമേ. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി. ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഓർത്തും നന്ദി പറയുന്നു. മുഴുമകത്തോടുന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. ജാതിമത ഭേദമന എല്ലാ കുഞ്ഞുകുട്ടികളെ, സംഘടനാ ഭേദമന എല്ലാ കുഞ്ഞുകുട്ടികളെ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുമകത്തോടെ നടക്കണം. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി. ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം യേശുക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. അവണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.